ഞാന് പിന്നെ ഉത്തർപ്രദേശില് അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ ജേർണലിസ്റ്റ്, ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ജേർണലിസ്റ്റ് സിദ്ദീഖ് കാപ്പന്റെ വൈഫാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോ ഒരു വർഷവും ഒരു മാസം 2020 ഒക്ടോബർ 5-ാം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ എന്താ പറയാ, ഒരു തെറ്റും ചെയ്യാതെ അവര് പറയുന്ന എന്തൊക്കെയോ ആണ് ഇപ്പോ ക്രൈം UAPA ഇട്ട് ചുമത്തി വെച്ച ഒരാളാണ് സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ കൂടെ പോയ ആളുകളും. അദ്ദേഹം പോയിട്ടുള്ളത് ഹത്രാസ് എന്ന സ്ഥലത്ത് ഒരു ദലിത് പെൺകുട്ടി അവിടെ ക്രൂരമായിട്ട് പീഡനത്തിന് ഇരയായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്ന് അത് വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം പോയിട്ടുള്ളത്. അത് അത്രയും ലോകശ്രദ്ധയിൽ പിടിച്ച സമയത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അവിടെ പോലീസ് തടഞ്ഞു നിർത്തി. അതൊക്കെ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് അവിടെ മാധ്യമങ്ങളെ അവിടേക്ക് ആ ഒരു വിഷയം വാർത്താ പുറം ലോകത്തെത്തിക്കാൻ മാധ്യമങ്ങളെ പോലീസും അവരും അനുവദിച്ചു വരുന്ന ഒരു സമയത്താണ് സിദ്ദീഖ് അദ്ദേഹത്തിന്റെ തൊഴിലിടത്ത്, അതായത് അദ്ദേഹം അഴിമുഖം റിപ്പോർട്ടിലായിരുന്നു അവസാനമായിട്ട് ആ അറസ്റ്റിന്റെ സമയത്ത് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അഴിമുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയുടെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഹത്രാസ് എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നിന്ന് പരിചയപ്പെട്ട 3 ആളുകളും ഡ്രൈവർ, ഓല ബുക്ക് ചെയ്തായിട്ടായിരുന്നു പോയിരുന്നത്. ആ ഡ്രൈവർ അടക്കമായിരുന്നു 4 ആളുകളാണ് അവർ പോയിട്ടുള്ളത്. അപ്പോ ഹത്രാസ് എന്ന സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ മധുര ടോൾ പ്ലാസയിൽ വെച്ചിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്തിനാണ് എന്ന് പോലും അറിയില്ല, എന്തിനാണ് ഇവർ ഈ പിടിക്കണെന്നുള്ളൂ. അപ്പൊ പോലീസ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ വിടും എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അത് അറസ്റ്റിലേക്ക് പോയി. അറസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് കുഴപ്പമൊന്നുമില്ല, ആള് സ്റ്റേഷൻ വിടും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് യൂണിയന്റെ ആളുകൾ അദ്ദേഹത്തെ എടുക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ജയിൽ മോചിതനാവുകയാണെന്ന് പറഞ്ഞപ്പോ യൂണിയന്റെ ആളുകൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് UAPA എന്ന കേസ് അദ്ദേഹത്തിന് വെച്ചു എന്നുള്ളത് അറിയുന്നത്. അപ്പൊ നമ്മള് ഒന്നും അറിയാത്ത ഒരു മാധ്യമ പ്രവർത്തകന് UAPA ഇടുക, ഒരു കാര്യമില്ലാതെ, ഒരു തെളിവൊന്നും വേണ്ട, ഒരു ഭീകര ഒന്നും ചെയ്യണ്ട. പക്ഷെ അദ്ദേഹം ഇപ്പോൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു UAPA ഇടാനൊക്കെ ഉള്ള ഒരു കേസാണ് എന്നുള്ള രീതിയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ പൊതുവെ നമ്മൾ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ മുഴുവനും UAPA ഇടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകന് സ്വതന്ത്രമായിട്ട് പത്രപ്രവർത്തനം നടത്താൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇപ്പൊ ഒരു വർഷമായിട്ടും ഒരു 6 മാസം വരെ ചാർജ് ഷീറ്റ് കിട്ടിയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്ത് 6 മാസം വരെ ചാർജ് ഷീറ്റ് തരാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടേണ്ടതാണ്. പക്ഷെ 6 മാസത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ അവിടെ ചാർജ് ഷീറ്റ് കോടതിയിൽ വെക്കുന്നു എന്ന് പറയുന്നു. അതുവരെ നമ്മളെ കേസ് അങ്ങനെ ഡിലേ ആയി പോവുകയാണ്. കേസുകളൊന്നും ശരിക്കും നടക്കുന്നില്ല, ഡിലേ ആയി പോവുകയാണ്. അങ്ങനെ 6 മാസം അങ്ങനെ ഹേബിയസ് കോർപ്പസുമായിട്ട് പോയി. പിന്നെ അദ്ദേഹത്തിന് അസുഖബാധിതനായ ശേഷമാണ് അദ്ദേഹത്തിന്റെ കേസ് പിന്നെ എടുക്കുന്നത്. കോവിഡ് മൂലം അദ്ദേഹം വളരെ ഗൗരവതരമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ആ ഒരു സമയത്ത് സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തു, ഹോസ്പിറ്റലിലാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സുപ്രീം കോടതി കടുത്ത സമ്മർദ്ദം, സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കടുത്ത സമ്മർദ്ദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നുമില്ല എന്നൊക്കെ കളവ് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല, എയിംസിലേക്ക് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴും മെഡിക്കൽ റിപ്പോർട്ട് വഴി സുപ്രീം കോടതി നമുക്ക് അദ്ദേഹം സീരിയസ് ആയ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എയിംസിലേക്ക് മാറ്റി.
ആ എയിംസിലേക്ക് മാറ്റുമ്പോഴും സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഫാമിലിക്ക് കാണാനുള്ള അവസരം ഡൽഹിയിലാവുമ്പോൾ ഉണ്ടാവും എന്ന് വാക്കാൽ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് ഞാനും എൻ്റെ മൂത്ത മകനും കൂടെ അത്രയും കൊറോണന്റെ അത്രയും ഗൗരവമായ ഒരു സിറ്റുവേഷനിലും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് എന്തെങ്കിലും ചികിത്സയിൽ ഞാൻ കൂടെ ഉണ്ടാവുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോയത്. പക്ഷെ എയിംസ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നിട്ട് പോലീസിന്റെ കയ്യും കാലും പിടിച്ചിട്ടും എന്നെയും മോനെയും അദ്ദേഹത്തിനെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. പിന്നെ ഇവിടുത്തെ കേരള എം പിമാരും അതേപോലെ എയിംസിലെ മേധാവിയുമായിട്ടൊക്കെ ഒരുപാട് തവണ കൂടിക്കാഴ്ച നടത്താനും വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിച്ചു, പോലീസുമായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും ഒരു ചാൻസും തന്നില്ല, ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. പിന്നെ അവിടുന്ന് എന്താ പറയാ കടത്തി കൊണ്ടുപോവാണ് ചെയ്തത്. ചികിത്സ പൂർത്തിയാക്കാതെ ഹോസ്പിറ്റലിൽ നിന്നും സുപ്രീം കോടതിയുടെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയ ശേഷം മാത്രമേ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന്. അതൊന്നും കേൾക്കാതെ കൊറോണ പോലും മാറാതെ കൊറോണ പോസിറ്റീവായ അസുഖങ്ങൾ ഭേദമാവാത്ത ഒരാളെ അവർ കടത്തിക്കൊണ്ടുപോയി ജയിലിലേക്ക് തന്നെ, എന്നെ കാണാൻ പോലും അയക്കാതെ. 6ാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാതെയാണ് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് തന്നെ മടങ്ങുന്നത്. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സിദ്ദീഖക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനും എന്താണ് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ എത്രത്തോളം അനുഭവങ്ങളാണ്. അദ്ദേഹം ഒരു തെറ്റുകാരനാണെന്ന് ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. വിചാരണ തടവുകാരനായിട്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. പക്ഷെ ഒരുപാട് വേദനകള് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട്. ഇപ്പൊ ഉമ്മ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിനൊന്ന് നാട്ടിലേക്ക് വരാനുള്ളൊരു ഒന്നുമില്ല. താഴെ കോടതി ഹേബിയസ് കോർപ്പസിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് താഴെ കോടതിയിൽ നിന്നും ജാമ്യത്തിന് പോവാൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതി. അങ്ങനെ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോയി, പക്ഷെ അവിടെ നിന്നും ജാമ്യം കിട്ടിയില്ല. She says that today it finishes a year and a month after his arrest, and she basically spoke about how the UP administration's attempts to keep him in jail was challenged by the family, and I would just summarize what she said. Yes, please. Yeah, he went to Hathras to report the caste-based rape and murder of a Dalit girl. And when the international attention came on the case, the media was allowed to cover on the case, report on the case. That was when Siddiqappan also went to report from the ground to Hathras, and he went with three others, including the cab driver. So before reaching Hathras itself, they were arrested and they were told that they will be released on bail sooner. But when the journalistic organization, the union KUWJ, which Siddiqappan represents, when the members of the union went to pick him up from Madura, they were told that he is booked under UAPA. So she says that UAPA is booked on a journalist without any evidence. And in India, there is a situation for a journalist that there is no possibility to freely work from the ground. And for the she says another important thing that happened in the case, that like in many other cases that have happened, the charge sheet in the case was filed only when it was just 2 days remaining to be 6 months. So the possibility to have a chance for the bail was also declined by the UP government. And she says that he had to go through a lot of harsh rights violations in the jail. Only another important
thing is that only when he was COVID positive and when the family to provide him a better treatment, Siddiq. So, what period of validity of a habeas corpus petition itself was not considered got itself. So, but another thing is that when the UP government claimed that he is not unwell, the Supreme Court intervened to shift him to AIIMS. But again, when they tried to meet him, according to the Supreme Court's verbal order that his relatives can meet him in jail, then that time they couldn't meet him. Rehanat and her son had gone, but in the middle of surging COVID cases in Delhi, but they were not able to meet him. And when he was COVID positive itself, he was taken back to Mathura jail. So, and she says that nobody has any evidence against Siddiq that any crime that he has committed. There is no evidence in the state's hands, and he is an under trial prisoner. So the Supreme Court had directed them to apply for the bail in the lower courts. So they are waiting for the procedures to move on as she informs.